ക്രിസ്ത്യാനോ റൊണാൾഡോ ആധുനിക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ, സമകാലിക ഫുട്ബോളിലെ ഗോളടി യന്ത്രം, അന്താരാഷ്ട്ര ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുട്ടികളുടെ ഫുട്ബോൾ ഹീറോ, ഏറെ സാധാരണമായ നിലയിൽ നിന്ന് വളർന്ന് തുകൽപന്ത് കൊണ്ട് ലോകം കീഴടക്കിയ റോണോ എന്നും CR7 എന്നും ആരാധകർ വിളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ ഒരു ദ്വീപായ മദൈരയിലെ ഫുഞ്ചാലിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവൈറോ ജനിച്ചത്. ഫുഞ്ചാലിനടുത്ത് മലനിരകളാൽ സമൃദ്ധമായിരുന്ന സാന്റോ അന്റോണിയോയിലാണ് റൊണാൾഡോ വളർന്നത്. ഹോസെ ഡെനിസ് അവൈറോയുടെയും മരിയ ഡോളോറസ് ഡോസ് സാന്റോസ് അവൈറോയുടെയും 4 മക്കളിൽ അവസാനത്തവനായിരുന്നു റൊണാൾഡോ. ഹോസെ ഒരു പൂന്തോട്ടക്കാരനും മരിയ ഒരു പാചകക്കാരിയുമായിരുന്നു. മക്കളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടപ്പിലാക്കാൻ അവർ വല്ലാതെ കഷ്ടപ്പെട്ടു. കഠിനാധ്വാനമായിരുന്നു അവരുടെ മുന്നിലെ ഏക വഴി. ഒരുപക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും ഈ കഠിനാധ്വാനം കണ്ട് വളർന്നതുകൊണ്ടായിരിക്കണം റൊണാൾഡോയും ഫുട്ബോളിലെ ഏറ്റവും കഠിനാധ്വാനിയായ കളിക്കാരനായി മാറിയത്. കുട്ടിക്കാലം മുതൽ റൊണാൾഡോയുടെ ജീവിതം കാൽപന്തുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നുവെന്ന് അച്ഛനായ ഹോസെ ഉറപ്പുവരുത്തി. പ്രാദേശിക ക്ലബ്ബായ അന്റോറിഞ്ഞോയിലെ ഹിറ്റ്മാൻ കൂടിയായിരുന്ന ഹോസെ മറ്റ് രക്ഷിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടിക്കാലം മുതലേ റൊണാൾഡോയെ പന്ത് കളിയിലേക്ക് തിരിച്ചുവിട്ടു. ഫുട്ബോൾ ആയിരിക്കണം റൊണാൾഡോയുടെ ഭാവിയെന്ന് ആ പിതാവ് തീരുമാനിച്ചിരുന്നിരിക്കണം. എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിലൊരാളായി റൊണാൾഡോ പിൽക്കാലത്ത് മാറിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചതും അയാളായിരുന്നു. ഏത് സാഹചര്യത്തിലും തകർക്കാൻ കഴിയാത്ത ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം, ചെറുത്തുനിൽപ്പ്, മെയ്ക്കരുത്ത്, ക്ലാസ് എന്നീ ഗുണങ്ങളെല്ലാം റൊണാൾഡോ എന്ന ഫുട്ബോളറിൽ ഒത്തുചേർന്നത് ചെറുപ്പം മുതൽ അയാളിലുണ്ടായ ഫുട്ബോൾ അഭിനിവേശം കൊണ്ടായിരുന്നു. ആ അഭിനിവേശം അയാളിൽ കുത്തിവെച്ചത് അച്ഛൻ ഹോസെ ആയിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനൊപ്പം ആന്റോറിഞ്ഞ ഫുട്ബോൾ ക്ലബ്ബിൽ പോവുകയും അവിടെ കളിക്കുകയും ചെയ്തിരുന്ന റൊണാൾഡോ പിന്നീട് അവിടെ നിന്ന് നാഷണൽ ക്ലബ്ബിലേക്കും സ്പോർട്ടിംഗ് FC-യിലേക്കും കൂടുമാറുന്നു. 12-ാം വയസ്സിൽ സ്പോർട്ടിംഗ് FC-യുടെ ഫുട്ബോൾ ട്രയൽസിൽ പങ്കെടുത്ത് പ്രൊഫഷണൽ ഫുട്ബോളിലെ ആദ്യത്തെ കരാർ ഒപ്പുവെക്കുന്നു. 3 ദിവസം നീണ്ടുനിന്ന ആ ട്രയൽസ് അതികഠിനമായിരുന്നു. മനക്കരുത്തില്ലാത്തവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുമായിരുന്ന ആ ട്രയൽസിൽ വിജയിച്ചാണ് റൊണാൾഡോ ആദ്യത്തെ കരാർ നേടിയെടുക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ അവൻ മറ്റ് സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നുവെന്ന് ഫുട്ബോളിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോഡ്ഫാദറും നാഷണൽ ക്ലബിലേക്ക് അയാളെ എത്തിക്കുകയും ചെയ്ത ഫെർണാവോ ബാരോസ് സൗസ് പറയുന്നു. എന്നാൽ ഒരു കാര്യം മറ്റു കുട്ടികളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കി. അവൻ ഒരുപാട് നേരം ഫുട്ബോൾ കളിക്കും എന്നതായിരുന്നു അത്. വളരെ ചെറുപ്പം മുതൽ ഫുട്ബോളിനോട് വല്ലാത്തൊരു ഇഷ്ടം അവൻ കാണിച്ചിരുന്നു. മറ്റു കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിച്ചപ്പോൾ ക്രിസ്ത്യാനോയുടെ ആദ്യ പരിഗണന ഫുട്ബോൾ കളിക്കുന്നതിനായിരുന്നു. ഫുട്ബോളിനായി അവൻ പഠനം മാറ്റിവെച്ചെന്ന് സൗസ് ഓർമ്മിക്കുന്നു. പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ അവനെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അവനെപ്പോലെ ഒരു പയ്യന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും മുകളിലായിരുന്നു ലിപ്സൺ നഗരത്തിൻ്റെ പരുക്കൻ രീതികൾ. ലിപ്സൺ നഗരം അവൻ്റെ ക്ഷമയും സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുമെല്ലാം ശരിക്കും പരീക്ഷിച്ചു. എന്നാൽ റൊണാൾഡോ എന്ന കൊച്ചു പയ്യൻ അതിനെയെല്ലാം അതിജീവിച്ചു. കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹോവോ മാർക്കസ് ഡി ഫ്രൈറ്റ്സ് ആണ് റൊണാൾഡോയെ ലിസ്ബണിൽ എത്തിക്കുന്നതിന് മുൻകൈയെടുത്തത്. അന്ന് റൊണാൾഡോ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് ഫ്രൈറ്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട്: ആദ്യമൊക്കെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവൻ ഏറെ പണിപ്പെട്ടു. മദൈരയിലെ ഉച്ചാരണ രീതിയും ലിപ്സണിലെ ഉച്ചാരണ രീതിയും തീർത്തും വ്യത്യസ്തമായിരുന്നു. ഇത് സ്കൂളിൽ വലിയ പ്രശ്നമായി. മറ്റു കുട്ടികൾ അവനെ കളിയാക്കി ചിരിച്ചു. അവൻ പ്രതിരോധിച്ചു. ഒരു ഘട്ടത്തിൽ ലിപ്സൺ വിടണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടോ അവൻ അവിടെ തന്നെ തുടർന്നത് ഭാഗ്യമായി. തീർത്തും മോശമായ ഒരു കാലമായിരുന്നു റൊണാൾഡോയ്ക്കത്. എന്നിട്ടും ലിപ്സൺ ജീവിതത്തിന് ചെറിയൊരു ഇടവേള ഉണ്ടായി. അവൻ മദൈരയിലേക്ക് തിരിച്ചു പോന്നു. എന്നാൽ ബാരോസ് സൗസ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതോടെ അവൻ വീണ്ടും ലിപ്സണിലേക്കുള്ള വിമാനം കയറി. അവൻ്റെ സംശയങ്ങളെല്ലാം തീർന്നിരുന്നു. ലോക ഫുട്ബോളിലെ ഇതിഹാസത്തിലേക്കുള്ള അവൻ്റെ യാത്ര അവിടെ തുടങ്ങി. എന്നാൽ വിജയം കൈവരിക്കുക എളുപ്പമായിരുന്നില്ല. അതിന് ഏറെ കഠിനാധ്വാനം ആവശ്യമായിരുന്നു. കൗമാരത്തിലെ റൊണാൾഡോ ഫുട്ബോളിനായി കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അക്കാര്യത്തിൽ മറ്റുള്ളവരുടെ സ്ഥാനം എപ്പോഴും അവന് പിറകിലായിരുന്നു. പരിശീലന സെഷനുകൾക്ക് ശേഷം അവൻ ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ എപ്പോഴും സമയം കണ്ടെത്തി.
അധികമായി ശ്രമങ്ങൾ നടത്തി. കളിയിൽ സ്വന്തം പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കാൻ അവൻ നിരന്തരം ശ്രമിച്ചതായി അക്കാദമിയിലെ റൊണാൾഡോയുടെ സഹകളിക്കാരനായിരുന്ന ക്രിസ്റ്റഫർ പിലാർ ഓർക്കുന്നു. അവൻ പരിശീലിച്ച രീതി, സഹകളിക്കാരെ പ്രചോദിപ്പിച്ച രീതി, അവരുടെ പോരായ്മകൾ പരിഹരിക്കാൻ അവൻ നടത്തിയ ശ്രമങ്ങൾ, ജയിക്കാനുള്ള അവൻ്റെ അപാരമായ ആഗ്രഹവും ഇച്ഛാശക്തിയും, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള അവൻ്റെ കഴിവ്, ഇതെല്ലാം മറ്റു കളിക്കാർക്കെല്ലാം ഏറെ മുകളിലായിരുന്നു. ഞങ്ങളെല്ലാവരും ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുവഴി സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ മിടുക്കരാകാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ സ്വന്തം മാതാപിതാക്കൾ മാത്രമല്ല, അവൻ്റെ കളി കാണുന്ന എല്ലാവരും അവനൊരു മിടുക്കനാണെന്ന് തിരിച്ചറിയണമെന്ന് ആഗ്രഹിച്ചുവെന്നും പിലാർ പറയുന്നു. സ്പോർട്ടിംഗ് FC-യിലെ തൻ്റെ ആദ്യ സീസണിൽ തന്നെ മിന്നിത്തിളങ്ങിയ റൊണാൾഡോയ്ക്ക് ആ ഒരൊറ്റ സീസൺ മാത്രമേ തൻ്റെ ആദ്യ ക്ലബിന് വേണ്ടി ബൂട്ടണിയേണ്ടി വന്നുള്ളൂ. കാരണം ഒരു 18-കാരന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വലിയ അവസരമാണ് പിന്നീട് അവനെ തേടിയെത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ അലക്സ് ഫെർഗൂസൺ പരിശീലിപ്പിച്ചിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവനെ കൂടെ കൂട്ടി. അതും ഒരു കൗമാരക്കാരന് ഇംഗ്ലണ്ടിൽ കിട്ടാവുന്ന റെക്കോർഡ് തുകയ്ക്ക്. 12 മില്യൺ യൂറോയായിരുന്നു പ്രതിഫലം. യുണൈറ്റഡിൻ്റെ എക്കാലത്തെയും വലിയ താരങ്ങളായ ജോർജ് ബെസ്റ്റ്, എറിക് കന്റോണ, ഡേവിഡ് ബെക്ഹാം എന്നിവർ ധരിച്ചിരുന്ന 7-ാം നമ്പർ ജേഴ്സി ക്ലബ്ബ് റോണോയ്ക്ക് നൽകി. അന്ന് റൊണാൾഡോ പുതിയ ജോർജ് ബെസ്റ്റായി വാഴ്ത്തപ്പെട്ടപ്പോൾ സാക്ഷാൽ ജോർജ് ബെസ്റ്റ് ഇങ്ങനെ പറഞ്ഞു: മുമ്പും ഒരുപാട് കളിക്കാരെ പുതിയ ജോർജ് ബെസ്റ്റായി ലോകം വാഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ റൊണാൾഡോയെ ലോകം അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ഇതാദ്യമായി എനിക്കതൊരു അംഗീകാരമായി മാറുന്നു എന്ന്. ജോർജ് ബെസ്റ്റ് അടക്കമുള്ളവരിൽ നിന്നുള്ള നല്ല വാക്കുകൾ സാധാരണഗതിയിൽ ഒരു 18-കാരന് വലിയ ഭാരമായി മാറേണ്ടതായിരുന്നു. എന്നാൽ റൊണാൾഡോയ്ക്ക് അതൊരു ഭാരമായിരുന്നില്ല, മറിച്ച് വലിയ പ്രചോദനമായി മാറുകയാണ് ചെയ്തത്. അത്തരമൊരു അംഗീകാരത്തോട് നീതി പുലർത്തും വിധം കളിക്കാൻ ഞാൻ നിർബന്ധിതനായി എന്നായിരുന്നു അതേക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം റൊണാൾഡോ പ്രതികരിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം FA കപ്പ്, ലീഗ് കപ്പ്, പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട കിരീടങ്ങളും റൊണാൾഡോ നേടി. ഇതിൽ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം തുടർച്ചയായി 3 തവണ നേടി. ഒരൊറ്റ സീസണിൽ 42 ഗോൾ വരെ നേടി. 2008-ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം കളിക്കുമ്പോഴാണ് ബാലൻ ദ്യോറും ഫിഫയുടെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരവും റൊണാൾഡോയെ തേടി എത്തുന്നത്. 18-ാമത്തെ വയസ്സിൽ തന്നെ റൊണാൾഡോ തൻ്റെ അന്താരാഷ്ട്ര കരിയറും ആരംഭിച്ചിരുന്നു. 2008-ൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം കളിക്കുമ്പോഴാണ് ബാലൻ ദ്യോറും ഫിഫയുടെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരവും റൊണാൾഡോ നേടുന്നത്. 18-ാമത്തെ വയസ്സിൽ തന്നെ റൊണാൾഡോ തൻ്റെ അന്താരാഷ്ട്ര കരിയറും ആരംഭിച്ചിരുന്നു. 2003-ൽ കസാഖ്സ്ഥാനെതിരെയായിരുന്നു ആദ്യമായി റൊണാൾഡോ പോർച്ചുഗൽ ജേഴ്സി അണിഞ്ഞത്. തൻ്റെ 8-ാമത്തെ മത്സരത്തിൽ 2004-ലെ യൂറോ കപ്പിലാണ് റൊണാൾഡോ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടുന്നത്. 2007-ൽ റൊണാൾഡോ ആദ്യമായി പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റനായി. ബ്രസീലിനെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു അത്. 2008-ലെ യൂറോ കപ്പിൽ വെറും ഒരു ഗോൾ മാത്രമാണ് റൊണാൾഡോയ്ക്ക് നേടാനായത്. പോർച്ചുഗൽ ക്വാർട്ടറിൽ ജർമ്മനിയോട് തോറ്റു പുറത്തായി. 2010 ലോകകപ്പിൽ ഒരു ഗോൾ നേടിയ റൊണാൾഡോ 2012-ലെ യൂറോ കപ്പിൽ 3 ഗോളുകൾ നേടി സംയുക്ത ടോപ്പ് സ്കോററായി. 2014 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ റൊണാൾഡോ 8 ഗോൾ നേടിയിട്ടും പോർച്ചുഗലിന് നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടാനായില്ല. തുടർന്ന് യോഗ്യത നേടാനുള്ള പ്ലേ ഓഫിൽ സ്വീഡനെതിരെ പോർച്ചുഗൽ നേടിയ 4 ഗോളും അടിച്ചത് റൊണാൾഡോ ആയിരുന്നു. ലോകകപ്പിൽ ഘാനയ്ക്കെതിരായ പോർച്ചുഗലിൻ്റെ ജയത്തിൽ 1 ഗോൾ നേടിയത് ക്രിസ്റ്റിയാനോ ആയിരുന്നു. 2016-ൽ ഇതാദ്യമായി പോർച്ചുഗൽ യൂറോ കപ്പ് നേടിയപ്പോൾ റൊണാൾഡോ ആയിരുന്നു ക്യാപ്റ്റൻ. ഫൈനലിൽ പരിക്ക് കാരണം കളിയുടെ 25-ാം മിനിറ്റിൽ റൊണാൾഡോയ്ക്ക് കളിക്കളം വിടേണ്ടി വന്നിരുന്നു. ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ 2-ാമത്തെ താരത്തിനുള്ള സിൽവർ ബൂട്ട് നേടിയ റൊണാൾഡോ ആ വർഷത്തെ ഫിഫയുടെ ബാലൻ ദ്യോറും കരസ്ഥമാക്കി. 2018 ലോകകപ്പിൽ സ്പെയിനിനെതിരെ സമനിലയായ മത്സരത്തിൽ ഹാട്രിക് നേടിയ റൊണാൾഡോ ലോകകപ്പിൽ ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി. 2019-ൽ റൊണാൾഡോ പോർച്ചുഗലിനെ യുവേഫ നാഷൻസ് കപ്പ് കിരീടത്തിലേക്ക് നയിച്ചപ്പോൾ 2020 യൂറോ കപ്പിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടും നേടി. 5 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി മാറി റൊണാൾഡോ. 2020 യൂറോ കപ്പിൽ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ 2 ഗോൾ നേടിയതോടെ അന്താരാഷ്ട്ര ഗോളുകളുടെ എണ്ണത്തിൽ ഇറാൻ്റെ അലി ദേയിയെ റൊണാൾഡോ മറികടന്നു. 2022 ലോകകപ്പിൽ ഘാനയ്ക്കെതിരെ പെനാൽറ്റി കിക്ക് ഗോളാക്കി മാറ്റിയതോടെ 5 ലോകകപ്പിൽ ഗോളടിക്കുന്ന ആദ്യ താരമായി റൊണാൾഡോ മാറി. എന്നാൽ ടൂർണമെൻറ്റ് പുരോഗമിക്കവേ പരിശീലകൻ ഫെർണാണ്ടോ സാന്റോസ് റൊണാൾഡോയെ ബെഞ്ചിലിരുത്തി. പകരം ഗോൺകാലോ റാമോസിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയ സാന്റോസിൻ്റെ തീരുമാനം ഏറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു.
ലോകത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചതിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ റൊണാൾഡോ 2024 യൂറോ കപ്പിൽ കളിച്ചതോടെ 6 യൂറോ കപ്പുകൾ കളിക്കുന്ന ആദ്യ താരമായി മാറി. 5 യൂറോ കപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും റൊണാൾഡോയ്ക്കുള്ളതായിരുന്നു. പോർച്ചുഗലിന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ തിളങ്ങുന്ന സമയത്ത് തന്നെ റൊണാൾഡോ ക്ലബ്ബ് തലത്തിലും ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കി. 2009 ക്രിസ്ത്യാനോ റയൽ മാഡ്രിഡിലെത്തിയത് 94 മില്യൺ യൂറോ എന്ന ലോക റെക്കോർഡ് തുകയ്ക്കായിരുന്നു. ആദ്യ സീസണിൽ 33 ഗോളുകൾ നേടി തിളങ്ങിയെങ്കിലും ട്രോഫികളൊന്നും നേടാനായില്ല. അടുത്ത സീസണിൽ 53 ഗോൾ നേടിയ റൊണാൾഡോ ആ വർഷം റയലിന് കോപ്പ ഡെൽ റേ കിരീടം നേടിക്കൊടുത്തു. സ്പെയിൻ താരം റൗൾ ക്ലബ്ബ് വിട്ടതോടെ ആ സീസണിൽ റൊണാൾഡോ അണിഞ്ഞത് ക്ലബിൻ്റെ 7ാം നമ്പർ ജേഴ്സി ആയിരുന്നു. 2011-12 സീസണിൽ ക്ലബിന് വേണ്ടി എല്ലാ കളികളിൽ നിന്നുമായി 60 ഗോൾ നേടിയ റൊണാൾഡോ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റയൽ മാഡ്രിഡിന് ലാലിഗ കിരീടം നേടിക്കൊടുത്തു. 2013 69 ഗോൾ നേടിയ റൊണാൾഡോ ആ വർഷത്തെ ഫിഫ ബാലൺ ഡിയോർ നേടി. ആ വർഷം ലിവർപൂളിൻ്റെ ലൂയിസ് സുവാരസുമായി യൂറോപ്യൻ ഗോൾഡൻ ഷൂവും ക്രിസ്ത്യാനോ പങ്കിട്ടു. ആ സീസണിൽ റയൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ റൊണാൾഡോ നേടിയത് 17 ഗോളായിരുന്നു. അതൊരു റെക്കോർഡാണ്. 2014 തുടർച്ചയായി 2ാം തവണയും റൊണാൾഡോ ഫിഫയുടെ ബാലൺ ഡിയോർ നേടി. 2015 റയൽ മാഡ്രിഡിൻ്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി റൊണാൾഡോ മാറി. എസ്പാന്യോളിനെതിരെ ഗോൾ നേടിയതോടെയായിരുന്നു ഇത്. 203 മത്സരത്തിൽ 230 ഗോളായിരുന്നു ആ ഘട്ടത്തിൽ റയലിന് വേണ്ടിയുള്ള റൊണാൾഡോയുടെ സമ്പാദ്യം. ആ വർഷത്തോടെ കരിയറിൽ ക്ലബിനായും രാജ്യത്തിനായും ചേർന്ന് റൊണാൾഡോ നേടിയ ഗോളുകളുടെ എണ്ണം 500ആയി. 2016 ക്രിസ്ത്യാനോ ചാമ്പ്യൻസ് ലീഗിൽ 100 ഗോൾ നേടുന്ന ആദ്യത്തെ കളിക്കാരനുമായി. 2017 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റയൽ ലാലിഗ കിരീടം നേടിയതും റൊണാൾഡോയുടെ ചിറകിലേറിയായിരുന്നു. ആ വർഷം അയാൾ റയലിനൊപ്പമുള്ള തൻ്റെ 4ാം ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടി. ഫൈനലിൽ അയാൾ നേടിയത് 2 ഗോളുകളായിരുന്നു. ആ വർഷം വീണ്ടും അയാളെ തേടി ബാലൺ ഡിയോർ എത്തി. 2018 100 മില്യൺ യൂറോയ്ക്ക് റൊണാൾഡോ ഇറ്റാലിയൻ ക്ലബ്ബായ യുവൻറ്റസിലെത്തി. ഇറ്റാലിയൻ ക്ലബ്ബുകളിലെ റെക്കോർഡ് തുകയായിരുന്നു അത്. യുവൻറ്റസിനൊപ്പം സൂപ്പർ കോപ്പ ഇറ്റാലിയാനയായിരുന്നു റൊണാൾഡോ നേടിയ ആദ്യ കിരീടം. 2021 ക്ലബിനൊപ്പം കോപ്പ ഇറ്റാലിയ നേടിയതോടെ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ എല്ലാ പ്രാദേശിക ട്രോഫികളും ജയിക്കുന്ന ആദ്യ കളിക്കാരനായി. ആ വർഷം ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് സ്കോററായതോടെ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ ലീഗുകളിൽ ടോപ്പ് സ്കോറർ നേട്ടം കൈവരിക്കുന്ന ആദ്യ കളിക്കാരനുമായി. 2021 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരിച്ചെത്തിയ റൊണാൾഡോ കരിയറിലെ 800ാം ഗോളും നേടി. എന്നാൽ പരിശീലകൻ എറിക് ടെൻ ഹാഗുമായി കൊമ്പുകോർത്തതിനെ തുടർന്ന് 2022 നവംബറിൽ ക്ലബ്ബ് റൊണാൾഡോയുമായുള്ള കരാർ റദ്ദാക്കി. തുടർന്ന് 2022 ഡിസംബറിൽ റൊണാൾഡോ സൗദി ക്ലബ്ബായ അൽ നാസറുമായി കരാർ ഒപ്പിട്ടു. വർഷം 200 മില്യൺ ആയിരുന്നു റൊണാൾഡോയ്ക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പളം. ഒരു ഫുട്ബോൾ കളിക്കാരന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശമ്പളമായിരുന്നു അത്. അൽ നാസറിന് കളിക്കവേ റൊണാൾഡോ തൻ്റെ ലീഗ് കരിയറിലെ 500ാം ഗോൾ നേടി. ക്ലബിനൊപ്പം അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് നേടിയ റൊണാൾഡോ 2024 35 ഗോൾ നേടി സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോററായി. ഇതൊരു റെക്കോർഡാണ്. ഇതോടെ ലോകത്തെ 4 വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോററാകുന്ന ആദ്യ ഫുട്ബോൾ താരമായും റൊണാൾഡോ മാറി. റൊണാൾഡോയെപ്പോലെ അവനവനിൽ ഇത്രയും ഉറച്ച വിശ്വാസമുള്ള മറ്റൊരാളെ താൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റൊണാൾഡോയുടെ സഹകളിക്കാരനും സൂപ്പർ താരവുമായ വെയിൻ റൂണി തൻ്റെ ആത്മകഥയിൽ എഴുതിയത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സംസാരിക്കുമ്പോഴെല്ലാം ലോകത്തെ മികച്ച ഫുട്ബോൾ കളിക്കാരൻ താനാകുമെന്ന് റോണി പറഞ്ഞുകൊണ്ടേയിരുന്നു. ലോകത്തിലെ എക്കാലത്തെയും മികച്ച കളിക്കാരനാകാൻ അത്രമാത്രം തീവ്രമായി അയാൾ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം വെറുമൊരു വാചകമടി ആയിരുന്നില്ല. ജർമ്മനിയിൽ നടന്ന 2006 ലോകകപ്പിന് ശേഷം അയാൾ തിരിച്ചെത്തിയത് മറ്റൊരു കളിക്കാരനായിട്ടായിരുന്നു. കളത്തിലെ ഒട്ടേറെ കാര്യങ്ങളിൽ അയാൾ മാറ്റം വരുത്തി. ഓട്ടത്തിലും ഫ്ലിക്കുകളിലുമെല്ലാം അത് പ്രകടമായിരുന്നു. മുമ്പുണ്ടായിരുന്ന പലതും അയാൾ ഒഴിവാക്കി. റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇത് യാദൃശ്ചികമായി വന്നു ചേർന്നതായിരുന്നില്ല. അയാളുടെ കഠിനാധ്വാനമായിരുന്നു അതിന് പിന്നിൽ. പരിശീലിക്കുമ്പോഴും പരിശീലന സമയത്ത് നടക്കാറുള്ള സൗഹൃദ മത്സരങ്ങളിൽ മികച്ച ഗോളുകൾ അടിക്കുമ്പോഴുമെല്ലാം ഞാൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ശരിക്കും ലോകത്തെ ഏറ്റവും മികച്ചവനായി അവൻ മാറുമെന്ന് ഞാൻ കരുതിയിരുന്നു, റൂണി ആത്മകഥയിൽ പറയുന്നു. മൈതാനത്തിൻ്റെ ഇരുവിങ്ങുകളിലൂടെയും മധ്യഭാഗത്തുകൂടെയും ആക്രമിക്കാൻ കെൽപ്പുള്ള അപൂർവം താരങ്ങളിലൊരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇരുപാദങ്ങളും ഒരുപോലെ മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്ന താരം കൂടിയാണ് അയാൾ. സാങ്കേതികമായി കൃത്യതയുള്ള കളിക്കാരനായ റൊണാൾഡോയുടെ
കളിക്കളത്തിലെ വേഗതയും കുതിപ്പും അപാരമാണ്. ഒപ്പം പന്ത് ഡ്രിബിൾ ചെയ്യാനുള്ള അസാമാന്യ കഴിവ് കൂടിയാകുന്നതോടെ റൊണാൾഡോ ഒരു അപൂർവ പ്രതിഭയായി മാറുന്നു. അപാരമായ സ്റ്റാമിനയും നല്ല ഉയരവും ഹെഡിങ്ങിലെ ശക്തിയും കൃത്യതയും ഒക്കെ റൊണാൾഡോയെ മികച്ച കളിക്കാരനാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫുട്ബോളിൽ ഏറ്റവും ഉയരത്തിൽ ചാടിയ താരത്തിനുള്ള റെക്കോർഡ് റൊണാൾഡോയുടെ പേരിലാണെന്നതും മറക്കരുത്. 2.93 മീറ്ററാണ് അയാൾ വായുവിൽ ഉയർന്നു ചാടിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലായ്പ്പോഴും തിളങ്ങിയിട്ടുള്ള, കളിക്കളത്തിലെ സമ്മർദ്ദം ഒട്ടും ബാധിക്കാത്ത, അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ആക്രമണ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ അംബാസഡർമാരിൽ ഒരാളാണ് റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ 100 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ്. ആധുനിക ഫുട്ബോളിലെ ജീനിയസുകളിൽ ഒരാൾ.